Hi, all of you, good morning. ഇഗ്നോയുടെ കോഴ്സ് കോഡ് MPSE 007 ആ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു സെഷനാണ് ഇന്ന് നാം നോക്കുന്നത്. യൂണിറ്റ് 3 ആണ്. മൂന്നാമത്തെ യൂണിറ്റിൻ്റെ ടൈറ്റിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് സോഷ്യൽ മൂവ്മെൻറ്റ്സ് ഇൻക്ലൂഡിങ് ന്യൂ സോഷ്യൽ മൂവ്മെൻറ്റ്സ് എന്നതാണ്. സോഷ്യൽ മൂവ്മെൻറ്റ്സിൻ്റെ തരംതിരിവ് എന്താണെന്ന് നോക്കാം. അതിനെ ക്ലാസിഫിക്കേഷൻ നടത്തുക, അതുപോലെ തന്നെ പുതിയ തരത്തിലുള്ള ന്യൂ സോഷ്യൽ മൂവ്മെൻറ്റ്സ് അതെന്തൊക്കെയാണെന്നുള്ളത്. സോഷ്യൽ മൂവ്മെൻറ്റ്സിൻ്റെ ക്ലാസിഫിക്കേഷനെ പറ്റി നമുക്ക് ആദ്യം നോക്കാം. ക്ലാസിഫിക്കേഷൻ ഇറ്റ് ഈസ് എ വേ ഓഫ് സെലക്ടിങ് ആൻഡ് അറേഞ്ചിങ് ഫാക്ട്സ് ഓർ ഡേറ്റ. എന്താ തരംതിരിക്കൽ എന്ന് പറഞ്ഞാൽ ഇത് വസ്തുതകളെ അല്ലെ വിവരങ്ങളെ ക്രമീകരിച്ചുകൊണ്ട് അതിനെ തിരഞ്ഞെടുക്കലല്ലേ. ആ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വഴിയല്ലേ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുക. എഗെയിൻ ഇറ്റ് ഈസ് എ വേ ടു ഗീവ് എ മീനിങ് ടു വൺസ് ഒബ്സർവേഷൻസ്. മാത്രമല്ല ഒരാളുടെ ഒരു വസ്തുതയെ പറ്റിയുള്ള നിരീക്ഷണ പാടവത്തെ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വഴി കൂടിയാണ് ക്ലാസിഫിക്കേഷൻ. ദർ ഈസ് നോ ദ വേ ഓഫ് ക്ലാസിഫയിങ് ആൻഡ് എനി സോഷ്യൽ ഫിനോമിനൻ. There is no the way of classifying any social phenomenon, process or group of people. Social movements also do not have the only one way of classification. No classification is sacrosanct and universal acceptable by all the scholars and activists. അപ്പോൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് വസ്തുതാപരമായ ഒരു കാര്യത്തെ ഒരാളൊരു പഠനം നടത്തുമ്പോൾ അതിനെ ചിട്ടയോടുകൂടി വർഗീകരിക്കാനുള്ളൊരു വഴിയാണ്. സോഷ്യൽ മൂവ്മെൻറ്റ്സ് മാത്രമല്ല ക്ലാസിഫിക്കേഷനുള്ള വഴി. അപ്പോൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിനെ സ്വീകാര്യതയുള്ളതാവാം എല്ലാ പണ്ഡിതന്മാരാലും സോഷ്യൽ ആക്ടിവിസ്റ്റിനാലും. അതുകൊണ്ട് തന്നെ ഇവിടെ ക്ലാസിഫിക്കേഷൻ അത് ബന്ധപ്പെട്ടിരിക്കുന്നത് തിയററ്റിക്കൽ ഫ്രെയിം വർക്കിലാണ്. ക്ലാസിഫിക്കേഷൻ ഈസ് റിലേറ്റഡ് ടു തിയററ്റിക്കൽ ഫ്രെയിം വർക്ക് ആൻഡ് ദ ക്വസ്റ്റ്യൻ ദാറ്റ് വൺ വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഒരാൾക്ക് ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് അറിയാൻ ആഗ്രഹമുണ്ടാവാം. ഇവിടെ തരംതിരിക്കൽ, വർഗീകരണം എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു കൺസെപ്റ്റ് നമ്മളുടെ സോഷ്യൽ മൂവ്മെൻറ്റിലെ സോഷ്യൽ സയൻറ്റിസ്റ്റ് എന്ന രീതിയിൽ, സോഷ്യൽ തിങ്കേഴ്സ് എന്ന രീതിയിൽ അവർ ചെയ്യുന്ന തിയററ്റിക്കൽ ഫ്രെയിം വർക്കുമായി ബന്ധപ്പെട്ടതാണ്. സെയിം മൂവ്മെൻറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ സെവറൽ വേയ്സ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഫോക്കസ് ഓഫ് ദ സ്റ്റഡി. അതായത് ഒരു വസ്തുതാപരമായ കാര്യത്തെ വിലയിരുത്തുകയും പഠിക്കുകയും അനലൈസ് ചെയ്യുകയും ചെയ്യുന്ന പലരുണ്ടാവും. ഒരേ കാര്യം തന്നെ അതിനെ വിലയിരുത്തപ്പെടുന്നത് പലരും പല രീതിയിലായിരിക്കാം. സോ ദ മൂവ്മെൻറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ സെവറൽ വേയ്സ്. ഫോർ ഇൻസ്റ്റൻസ്, എ കളക്റ്റീവ് സ്ട്രഗിൾ ഓഫ് പീപ്പിൾ റൈസിങ് ഇഷ്യൂ ഓഫ് പൊല്യൂഷൻ ക്യാൻ ബി കാൾഡ് എൻവയോൺമെൻറ്റ് മൂവ്മെൻറ്റ് ആൻഡ് ആൾസോ ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെൻറ്റ് or middle class movement or reformist movement or new social movement. ഇതെല്ലാം പേര് കൊടുത്താണ് ഒരു കാര്യത്തെ പലരും അവരുടെ ചിന്തയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതിൻ്റെ ഉദാഹരണമാണിത്. അതായത് ആളുകൾ ഒന്നിച്ചുകൂടി ഒരു കളക്റ്റീവായിട്ടൊരു മാസ് മൂവ്മെൻറ്റ്, ഒരു കളക്റ്റീവായിട്ടൊരു പ്രക്ഷോഭം, പ്രധാനമായിട്ടും മലിനീകരണവുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാർ ഒന്നിച്ചു കൂടിയാൽ ആ ഒരു പ്രക്ഷോഭത്തെ സംബന്ധിച്ച് അതിന് പേരിടുന്നത് പലരുടെ ചിന്തയിലും പലതായിരിക്കും. വേണമെങ്കിൽ അത് പ്രകൃതിയുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത് കൊണ്ട് എൻവയോൺമെൻറ്റ് മൂവ്മെൻറ്റ് എന്ന് പേര് കൊടുക്കാം, അല്ലെങ്കിൽ മനുഷ്യാവകാശ മൂവ്മെൻറ്റ് എന്ന രീതിയിൽ ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെൻറ്റ്, അതല്ല എങ്കിൽ മിഡിൽ ക്ലാസ് മൂവ്മെൻറ്റ്, അതല്ല എങ്കിൽ റിഫോമിസ്റ്റ് മൂവ്മെൻറ്റ്, ഇങ്ങനെ പല പേരുകളിലേക്ക് അതിനെ കൊണ്ടുവരാം. സോ നമ്മൾ ഈ ഒരു യൂണിറ്റ് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൂവ്മെൻറ്റ്സിൻ്റെ ടൈപ്സ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, അത് എങ്ങനെയാണ് ഡിഫറെൻറ്റ് സ്കോളേഴ്സ് അതിൻ്റെ പിന്നിലെ ആ ഒരു യുക്തി, അതിൻ്റെ ചിന്ത, അതിൻ്റെ റാഷണൽ, ഇതെല്ലാം തന്നെ എത്തരത്തിലാണ് അവരുടെ മനസ്സിലേക്ക് വരുന്ന എന്നുള്ള ആശയം അവർ ഷെയർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു ലെസണിലൂടെ. സോ ഇൻ ദിസ് ലെസൺ വി ഷാൽ എക്സ്പ്ലെയിൻ സം ഓഫ് ദ ടൈപ്പോളജീസ് ഓഫ് ദി മൂവ്മെൻറ്റ്സ് ആസ് യൂസ്ഡ് ബൈ ഡിഫറെൻറ്റ് സ്കോളേഴ്സ് ആൻഡ് അണ്ടർലൈയിങ് റാഷണൽ ഫോർ സച്ച് ടാക്സോണമി. ഓക്കെ. Then next is reform, rebellion and revolution. Generally, those who follow Marxist framework examine social movements in terms of their
പൊട്ടൻഷ്യാലിറ്റീസ് ഫോർ റവല്യൂഷണറി ട്രാൻസ്ഫോർമേഷൻ ഇൻ സൊസൈറ്റി. ഇത് കാറൽ മാർക്സിനെ അനുകൂലിക്കുന്ന മാർക്സിയൻ ഫിലോസഫിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ, അവർ സ്വാഭാവികമായും അവരുണ്ടാക്കുന്ന ഫ്രെയിം വർക്ക് അത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും സോഷ്യൽ മൂവ്മെൻറ്റുമായി അവരുടെ സാധ്യതകളിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന ചില വിപ്ലവകരമായ പരിവർത്തനങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന്. They characterize the movements in reference to not only of the participants and leaders' ideology as well as their immediate and long-term objectives, but also the scholars' own expectations from social movements. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളനുസരിച്ച് ആ മൂവ്മെൻറ്റ്സിൻ്റെ സ്വഭാവ സവിശേഷതകൾ നാം പ്രത്യേകിച്ചും പരിശോധിക്കുമ്പോൾ ആ മൂവ്മെൻറ്റ്സിൽ പങ്കെടുക്കുന്ന പാർട്ടിസിപ്പൻസ് ഉണ്ടാവാം, മൂവ്മെൻറ്റ്സിന് നേതൃത്വം കൊടുക്കുന്ന ലീഡേഴ്സ് ഉണ്ടാവാം, അവരുടെ ഐഡിയോളജിയും അതേപോലെ തന്നെ അത് അവർ ആ ഒരു മൂവ്മെൻറ്റിന് നേതൃത്വം കൊടുക്കുമ്പോഴേക്കും അത് മുഖേന ഉണ്ടാകാനിടയുള്ള ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് എല്ലാം ഉണ്ടാകാം. എന്നാൽ ആ ലോങ് ടേം ഒബ്ജക്റ്റീവ്സുമായി ബന്ധപ്പെട്ട് അതിനെ വിലയിരുത്തുന്നതും പഠിക്കുന്നതുമായ സ്കോളേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് അവരുടേതായ എക്സ്പെക്റ്റേഷൻസ് ആയിരിക്കാം സോഷ്യൽ മൂവ്മെൻറ്റ്സിലൂടെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രെയിം വർക്കിൽ നിന്നുകൊണ്ട് മൂവ്മെൻറ്റ്സിനെ നമുക്ക് വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം. സോ ഇൻ ദിസ് ഫ്രെയിം വർക്ക് ദ മൂവ്മെൻറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് വാട്ട് they attain or likely to attain or the objectives of the collective action against the political system. അപ്പോൾ ഈ മൂവ്മെൻറ്റ് ആരാണോ രൂപപ്പെടുത്തുന്നത്, അത് നയിക്കുന്നത്, അതിൻ്റെ ലീഡേഴ്സ്, അവർ അറ്റൈൻ ചെയ്യുന്ന ഒബ്ജക്റ്റീവ്സ് എന്താണോ, അവർ മുന്നോട്ട് കൊണ്ടുവന്ന കളക്റ്റീവ് ആക്ഷൻ എന്താണോ, അപ്പോഴേ ഈ നിലവിലുള്ള പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെതിരെ കളക്റ്റീവ് ആക്ഷൻ എടുത്ത് മൂവ്മെൻറ്റ് കൊണ്ടുവരുമ്പോൾ ആ മൂവ്മെൻറ്റിലൂടെ അവർ നേടിയെടുക്കുന്ന ഒബ്ജക്റ്റീവ്സ് എന്താണ് എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് മൂവ്മെൻറ്റ്സിനെ നമ്മൾ വർഗീകരിക്കുന്നത്, അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു ദിസ് തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ് സോഷ്യൽ മൂവ്മെൻറ്റ്സ് ആർ ഓഫ് 3 ടൈപ്സ്. അപ്പോൾ ഈ ഒരു ചിന്താഗതിയിൽ നിന്നുകൊണ്ട് നോക്കിയാൽ സോഷ്യൽ മൂവ്മെൻറ്റ്സിനെ നമുക്ക് 3 തരത്തിൽ വർഗീകരിക്കാം, ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണത്? റിവോൾട്ട് അഥവാ റിബല്യൻ, റിഫോം ആൻഡ് റവല്യൂഷൻ. ഇതാണ് ആ 3 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ. റിവോൾട്ട് ഓർ റെബല്യൻ പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് ദ പൊളിറ്റിക്കൽ സിസ്റ്റം. അപ്പോൾ ലഹള അഥവാ കലഹം എന്നൊക്കെ പറയുന്നത് അത് പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെതിരെയായിരിക്കും, അല്ലെങ്കിൽ ഭരണത്തിനെതിരെയായിരിക്കും. ആൻഡ് അഗൈൻസ്റ്റ് ദ പൊളിറ്റിക്കൽ സിസ്റ്റം ഓർ റെജീം ആൻഡ് ആൾസോ മേക്ക് അറ്റംപ്റ്റ്സ് ടു ചേഞ്ച് ഇൻ ദി അതോറിറ്റി. അപ്പോൾ നിലവിലെ പൊളിറ്റിക്കൽ അതോറിറ്റി എന്ന രീതിയിൽ ഭരണകർത്താക്കളായി നിൽക്കുന്നവരെ ആ വ്യവസ്ഥിതിയിൽ മാറ്റമുണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു റിവോൾട്ടാണെന്ന് അതിനെ വിശേഷിപ്പിക്കാം. ദെൻ അതോറിറ്റി മേ ബി ഗവൺമെൻറ് ആൻഡ് ഓർ ദ റൂളിംഗ് എലൈറ്റ് ഓർ റൂളേഴ്സ്, ബട്ട് ഇറ്റ് ഡസ് നോട്ട് ക്വസ്റ്റ്യൻ നോർ ഇറ്റ് എയിംസ് അറ്റ് ചേഞ്ചിങ് ദ പൊളിറ്റിക്കൽ സിസ്റ്റം. എന്നാൽ പൊളിറ്റിക്കൽ സിസ്റ്റത്തെ അവർ ചോദ്യം ചെയ്യുന്നില്ല, പൊളിറ്റിക്കൽ സിസ്റ്റത്തിനുള്ളിലുള്ള അവർ ചെയ്യുന്ന കാര്യങ്ങളെ ആയിരിക്കും ചോദ്യം ചെയ്യുന്നത്. ഇൻ ഷോർട്ട് ദ മൂവ്മെൻറ്റ് ഈസ് അഗൈൻസ്റ്റ് ദ റെജീം റാദർ ദാൻ ദ സിസ്റ്റം. അപ്പോൾ ആ വ്യവസ്ഥിതിയേക്കാൾ ഉപരിയായിട്ട് ആ ഭരണത്തിനെ ആയിരിക്കും അവർ ചുരുക്കത്തിൽ ഇവർ ഈ ഒരു മൂവ്മെൻറ്റിലൂടെ ചോദ്യം ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അവർ പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു റിവോൾട്ട് എന്ന് പറയുമ്പോൾ അതൊരു ചലഞ്ചാണ്, പൊളിറ്റിക്കൽ അതോറിറ്റിയെ ചലഞ്ച് ചെയ്യുന്നതാണ് റിവോൾട്ട് എന്ന് പറയുന്നത്. എ റിവോൾട്ട് ഈസ് എ ചലഞ്ച് ടു പൊളിറ്റിക്കൽ അതോറിറ്റി എയിംഡ് അറ്റ് ഓവർ ത്രോയിങ് ദി ഗവൺമെൻറ്. നിലവിലുള്ള ഗവൺമെൻറ്റിനെ പുറത്താക്കണം, അവർക്കെതിരെയുള്ളൊരു വെല്ലുവിളിയാണ്. റെബല്യൻ എന്ന് പറയുമ്പോൾ ഒരു അറ്റാക്കാണ്, എക്സിസ്റ്റിംഗ് അതോറിറ്റിയിലേക്കുള്ള അറ്റാക്കാണ്. വിത്തൗട്ട് എനി ഇൻറ്റൻഷൻ ഓഫ് സീസിങ് സ്റ്റേറ്റ് പവർ ടു ചേഞ്ച് ദ സിസ്റ്റം. അപ്പോഴിതെല്ലാം തമ്മിലുള്ള വ്യത്യാസവും ഇവിടെ പറയുന്നുണ്ട്. റെബല്യൻ ഒരാക്രമണമാണ് നിലവിലുള്ള അതോറിറ്റിയുടെ നേരെ. അപ്പോൾ അത് അവർക്ക് സ്റ്റേറ്റ് പവർ പിടിച്ചടക്കണം എന്നുള്ള രീതിയിൽ ആയിരിക്കില്ല, ആ സിസ്റ്റത്തെ ചേഞ്ച് ചെയ്യണം, സ്റ്റേറ്റ് പവർ പിടിച്ചെടുക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ആയിരിക്കില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ റെബല്യൻ ഈസ് ആൻ അറ്റാക്ക് on existing authority without any intention of seizing state power to change the system. The social movement which aims at bringing certain changes in the system and not transforming the system completely is called a reformist movement. അപ്പോൾ സോഷ്യൽ മൂവ്മെൻറ്റ് ഇവിടെ ഉണ്ടാക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താ? തീർച്ചയായിട്ടും പല മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതല്ലേ, സിസ്റ്റത്തിനുള്ളിൽ സർട്ടൻ ചേഞ്ചസ് അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ സിസ്റ്റത്തിൽ ചേഞ്ചസ് കൊണ്ടുവരണം, അതിനോടൊപ്പം തന്നെ ഒരുപക്ഷെ ട്രാൻസ്ഫോം ചെയ്യാൻ സാധിക്കില്ല, കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ നടത്താൻ സാധിക്കില്ല. അപ്പോഴെന്നാൽ തന്നെ ചേഞ്ചസ് കൊണ്ടുവരാം, അതിനു വേണ്ടിയിട്ടുള്ളതാണ് സോഷ്യൽ മൂവ്മെൻറ്റ്.
ഇതിനെ തന്നെയാണ് റിഫോമിസ്റ്റ് മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. സച്ച് മൂവ്മെൻറ്റ്സ് ക്വസ്റ്റ്യൻ ദെയർ ഫങ്ഷനിങ് ഓഫ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ബിൽഡ് പ്രഷർ ഓൺ ദി ഗവൺമെൻറ് ടു ഇൻട്രൊഡ്യൂസ് സർട്ടൻ ചേഞ്ചസ് ഇൻ ദെയർ സ്ട്രക്ചർ ആൻഡ് പ്രൊസീജിയേഴ്സ്. അപ്പോൾ നിലവിലുള്ള സിസ്റ്റത്തിൻ്റെ പ്രവർത്തന മാതൃകകളിൽ ഗവൺമെൻറ്റിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തുകയും പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രവർത്തനത്തെ ചോദ്യം ചെയ്യുകയും ആ പ്രവർത്തനത്തിലുള്ള കൊള്ളരുതായ്മയെ എടുത്തു കാണിക്കുകയും അങ്ങനെ അവിടെ ചില മാറ്റങ്ങൾ അവരുടെ ഘടനയിലും പ്രൊസീജിയേഴ്സിലും വരുത്തുവാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും സോഷ്യൽ മൂവ്മെൻറ്റ്സ് ഇവിടെ കൊണ്ടുവരുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം. വൈൽ ഡൂയിങ് സോ ദേ ഡു നോട്ട് ക്വസ്റ്റ്യൻ ദ പൊളിറ്റിക്കൽ സിസ്റ്റം ആസ് എ ഹോൾ. അപ്പോൾ അവർ ഇത്തരത്തിലെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുമ്പോഴേക്കും അവരൊരിക്കലും നിലവിലുള്ള സംവിധാനത്തെ ചോദ്യം ചെയ്യില്ല മൊത്തത്തിൽ. മറിച്ച് എന്താണ്, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് ചോദ്യം ചെയ്യുന്നത്. നോർ ഡു ദേ റിലേറ്റഡ് ടു പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്ത് ലാർജർ പൊളിറ്റിക്കൽ സ്ട്രക്ചർ. അപ്പോഴിവിടെ ഒരു വലിയൊരു പൊളിറ്റിക്കൽ സിസ്റ്റം അല്ലെ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന രീതിയിൽ ആ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനങ്ങൾ ദോഷകരമാണ് എന്ന് കാണുമ്പോഴേക്കും അതിനെതിരെ വിരൽ ചൂണ്ടുകയാണ് ചെയ്യുന്നത്. ഇൻ അതർ വേർഡ്സ്, ദേ ഫോക്കസ് ഓൺ റിഫോമിങ് എ പർട്ടിക്കുലർ പാർട്ട് ഓഫ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ദ സിസ്റ്റം. അപ്പോൾ ശരിക്കും പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിലൂടെ ഇവരെന്താ ചെയ്യുന്നത്, സോഷ്യൽ മൂവ്മെൻറ്റിലൂടെ എന്താ ചെയ്യുന്നത്, ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു പ്രത്യേക ഭാഗത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ ശരിയല്ല എന്നതുകൊണ്ട് തന്നെ അതിനെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് നടക്കുന്നത്. അതിനെ ഒന്ന് റിഫോം ചെയ്യുക എന്നുള്ളതാണ് നടക്കുക. ഉദാഹരണം പറയാം. ഫോർ എക്സാമ്പിൾ, ദ മൂവ്മെൻറ്റ് ദാറ്റ് പ്രൈമർലി എയിംസ് അറ്റ് ചേഞ്ചിങ് ഇലക്ഷൻ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഡസ് നോട്ട് റിലേറ്റ് ഇലക്ഷൻസ് വിത്ത് ദ എക്കണോമിക് സ്ട്രക്ചർ ആൻഡ് പവർ റിലേഷൻഷിപ്സ് ഇൻ സൊസൈറ്റി. അതായത് ഇവിടെ പ്രാഥമികമായിട്ട് ലക്ഷ്യമിടുന്നത് ഇലക്ഷൻ റൂൾസ് ചേഞ്ച് ചെയ്യണം, അതിൻ്റെ ഫോർമാലിറ്റീസ് അഥവാ പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോഴേക്കും അതിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരേണ്ടതാണ് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഈ എക്കണോമിക് സ്ട്രക്ചറോ അല്ലെങ്കിൽ പവർ റിലേഷൻഷിപ്പ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യമായിരിക്കില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗത്ത് ഇലക്ഷൻ എന്ന ആ ഒരു സർക്കിളിനെ ബേസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ചില കാര്യങ്ങളിൽ ചേഞ്ചസ് വരുത്തണം എന്ന രീതിയിലുള്ള ആവശ്യങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ഒരുപക്ഷെ കണ്ടക്ട് ചെയ്യാം. So in that sense, it is a reformist movement. അപ്പോൾ ഇതൊക്കെ എന്താണ്, മാറ്റം വരുത്തുന്നതിന് വേണ്ടിയുള്ള മൂവ്മെൻ്റ് ആണ്. Or various social reform movements try to reform certain customs like child marriage or dowry, norms such as animal sacrifice, untouchability, or social arrangements such as hierarchical order in status and social mobility, rather than challenging the whole social order based on the പൊല്യൂഷൻ ആൻഡ് പ്യൂരിറ്റി അറൗണ്ട് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഇനീക്വാളിറ്റി. അപ്പോൾ നമ്മൾ സമൂഹത്തിൽ പരിവർത്തനം വേണമെന്ന് ചിന്തിക്കുന്ന സമയത്തും സമൂഹത്തിൻ്റെ പൊളിറ്റിക്കൽ സൈഡിൽ റൂളിംഗ് പാർട്ടി നടത്തുന്ന ചില മോശമായ പ്രവർത്തനങ്ങൾ അതിനെ ഒഴിവാക്കിക്കൊണ്ട് അതിലൂടെ ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുവരണം എന്നാഗ്രഹിക്കുന്ന സാഹചര്യങ്ങളിലാണ് റിഫോംസിന് തുടക്കം കുറിക്കുന്നതിന് വേണ്ടിയിട്ട് സോഷ്യൽ മൂവ്മെൻറ്റിലേക്ക് ജനങ്ങൾ തിരിയുക എന്നുള്ളതാണ്. അതേപോലെ മറ്റൊരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ വേരിയസ് സോഷ്യൽ റിഫോംസ് എല്ലാം തന്നെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇവിടെ പണ്ട് കാലത്ത് നിലനിന്നിരുന്ന ചില ആചാരങ്ങളായ ചൈൽഡ് മാരേജ്, ഡൗറി സിസ്റ്റം അതെല്ലാം ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി, അതുപോലെ ആനിമൽ സാക്രിഫൈസ് അത് ഒഴിവാക്കണം, അൺടച്ചബിലിറ്റി ഒഴിവാക്കണം, ഇതൊക്കെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സോഷ്യൽ മൂവ്മെൻറ്റ്സ് ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ പറ്റും. അപ്പോൾ അത് വോൾ സോഷ്യൽ സിസ്റ്റത്തെ വെല്ലുവിളിച്ചുകൊണ്ടായില്ല, മറിച്ച് ആ സോഷ്യൽ സിസ്റ്റത്തിനുള്ളിൽ അരാജകത്വം സൃഷ്ടിക്കുന്ന ചില ഘടകങ്ങൾ ഉണ്ടെങ്കിൽ ആ ഘടകങ്ങളെ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് അവിടെ അത് അങ്ങനെയല്ല പ്രവർത്തിക്കേണ്ടത്, അത് ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഏത് തരത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരിക്കും ഈ ഒരു റിഫോം മൂവ്മെൻറ്റ് ഇവിടെ ഉടലെടുക്കുക എന്ന് പറയാം. അപ്പോൾ ഇവിടെ വേറൊരു കേസ് ഇപ്പോൾ നടന്നിരുന്നു. വെൻ വിമൻസ് മൂവ്മെൻറ്റ് സ്ട്രഗിൾ അവർ പ്രധാനമായിട്ടും എന്തിനു വേണ്ടി ഈ ഒരു സ്ട്രഗിൾ കൊണ്ടുവന്നത്, ടു ഹാവ് റിസർവേഷൻ ഫോർ വുമൺ ഇൻ ദ പാർലമെൻറ്റിൽ സീറ്റിൽ അവർക്ക് സ്ത്രീകൾക്ക് റിസർവേഷൻ കിട്ടണം. അതൊരു റിഫോമിസ്റ്റ് മൂവ്മെൻറ്റാണ്. എന്താണ് അതിൻ്റെ ലക്ഷ്യം? എയിമിങ് അറ്റ് ചേഞ്ചിങ് ദ റെപ്രസെൻറ്റേഷൻ സിസ്റ്റം. അപ്പോൾ നിലവിലുള്ള ആ ഒരു പ്രതിനിധി സംവിധാനം പുരുഷന്മാരാണ് കൂടുതലും, സ്ത്രീകൾക്ക് പുരുഷന്മാരോടൊപ്പം പ്രാതിനിധ്യം വന്നിട്ടില്ല. അപ്പോൾ അത് മാറേണ്ടതുണ്ട്. ആ സിസ്റ്റം മാറ്റാൻ വേണ്ടിയിട്ടാണ് ആ ഒരു റിഫോമിസ്റ്റ് മൂവ്മെൻറ്റിന് രൂപം കൊടുത്തത്. അപ്പോൾ ഇങ്ങനെയുള്ള റിഫോം എന്ന് പറയുമ്പോഴേക്കും അതൊരിക്കലും ഒരു ചലഞ്ചല്ല, അതൊരു ചലഞ്ചായിട്ട് പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെതിരെയുള്ള ഒരു ചലഞ്ചല്ല. സോ റിഫോം ഡസ് നോട്ട് ചലഞ്ച് ദ പൊളിറ്റിക്കൽ സിസ്റ്റം per se. It attempts to bring about changes in the relation between the part of the system in order to make to more efficient then responsive and workable. അതായത് നിലവിലുള്ള
പൊളിറ്റിക്കൽ സിസ്റ്റം ശരിയായ രീതിയിൽ കാര്യക്ഷമമായിട്ട് പ്രതികരണാത്മകമായിട്ട് ജനങ്ങൾക്ക് കൂടി അനുകൂലമായ രീതിയിൽ പ്രവർത്തിപ്പിക്കേണ്ടതുണ്ട് എന്ന് അവരെ അറിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെയുള്ള സോഷ്യൽ മൂവ്മെൻറ്റ് അല്ലെ റിഫോംസ് ഉണ്ടാക്കുക എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി അടുത്തത് എന്താ? റെവല്യൂഷൻ്റെ കേസാണ്. ഇൻ എ റെവല്യൂഷൻ എ സെക്ഷൻ ഓർ സെക്ഷൻസ് ഓഫ് സൊസൈറ്റി ലോഞ്ച് ആൻ ഓർഗനൈസ്ഡ് സ്ട്രഗിൾ to overthrow not only the established government and regime but also the socio-economic structure which sustains it and replace the structure by an alternative social order. അപ്പോൾ റെവല്യൂഷൻ്റെ ആവശ്യം എന്താണ്? സമൂഹത്തിലെ ഒരു വിഭാഗം ആൾക്കാരെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നതാണ്. അപ്പോൾ അവിടെ ഒരു ഓർഗനൈസ്ഡ് സ്ട്രഗിൾ ആയിരിക്കും. അത് ആ ഓർഗനൈസ്ഡ് സ്ട്രഗിൾ ഇവിടെ നടത്തുമ്പോഴേക്കും ഇവിടെ നിലവിലുള്ള എസ്റ്റാബ്ലിഷ്ഡ് ഗവൺമെൻറ്റിനെ നീക്കം ചെയ്യുക എന്നത് മാത്രമായിരിക്കില്ല, മറിച്ച് ആ ഒരു സോഷ്യോ എക്കണോമിക് സ്ട്രക്ചറിനെ തന്നെ ഒന്ന് പുനരാവിഷ്കരിക്കുക എന്ന തരത്തിലായിരിക്കും അവിടെ റെവല്യൂഷൻ നടത്തുന്നത്. അപ്പോൾ അത് നേടിയെടുക്കാനും പുനരാവിഷ്കരണത്തിലൂടെ കുറേ മാറ്റങ്ങളും പുതിയ ഭരണ സംവിധാനങ്ങളും നിലവിൽ കൊണ്ടുവരുവാനും നിലനിർത്താനും വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ്? സസ്റ്റെയിൻസ് ഇറ്റ് ആൻഡ് റീപ്ലേസ് ദ സ്ട്രക്ചർ ബൈ ആൻ ആൾട്ടർനേറ്റീവ് സോഷ്യൽ ഓർഡർ. നിലവിലുള്ള സോഷ്യൽ ഓർഡർ കൊള്ളില്ല, അത് ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല അതിൻ്റെ പ്രവർത്തനം, അതുകൊണ്ട് അതിനെ ഓവർത്രോ ചെയ്യേണ്ടതുണ്ട് എന്നൊരു ചിന്ത ജനങ്ങളിൽ വരുമ്പോഴാണ് ജനങ്ങൾ ഒന്നിച്ചു കൂടിയിട്ട് അവിടെ ഒരു പ്രക്ഷോഭം, അതൊരു റെവല്യൂഷൻ്റെ കേസിലേക്ക് മാറുന്നത്. ചിലപ്പോൾ അത് അക്രമപരമാവാം. പിന്നെ അതെന്ത് ചെയ്യുന്നു? നിലവിലുള്ള സ്ട്രക്ചറിനെ അല്ലെങ്കിൽ സോഷ്യൽ ഓർഡറിനെ അത് റീപ്ലേസ് ചെയ്യാനും അതിന് പകരമായി ഒരു ആൾട്ടർനേറ്റീവായിട്ടുള്ള സിസ്റ്റം സ്ഥാപിച്ചെടുക്കുവാനും ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഫോർ ഇൻസ്റ്റൻസ് ദ നക്സലൈറ്റ് മൂവ്മെൻറ്റ് അത് തന്നെ എക്സാമ്പിളായിട്ട് എടുക്കാം. അതെന്തിനു നടത്തിയെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് നോട്ട് ഓൺലി ചലഞ്ചിങ് ദ പർട്ടിക്കുലർ ഗവൺമെൻറ്. അപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു പ്രത്യേക ഗവൺമെൻറ്റിന് നേരെയുള്ള വെല്ലുവിളി മാത്രമായിരുന്നില്ല. ആ മൂവ്മെൻറ്റ് പ്രധാനമായിട്ടും എയിംസ് അറ്റ് ഓവർ ത്രോയിങ് ദ സ്റ്റേറ്റ്, ആ ഗവൺമെൻറ്റിനെ പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. കാരണം എന്തെന്നാൽ ആ സ്റ്റേറ്റ് ഗവൺമെൻറ് ഫ്യൂഡൽ ഓർ സെമി ഫ്യൂഡൽ ഇൻ നേച്ചറായിരുന്നു. അതേപോലെ തന്നെ ഇവിടെ കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന ആ ഒരു ആഗ്രഹത്തിലാണ് ഇങ്ങനെ നക്സലിറ്റ് മൂവ്മെൻറ്റ് ഇവിടെ കൊണ്ടുവന്നത്. ഓർ ദ ദളിത് മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. എന്തിനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത്? സോഷ്യൽ ഓർഡറിനെ ഒന്ന് പുനരാവിഷ്കരിക്കേണ്ടതുണ്ട്. അവർക്ക് ശരിയായ ഒരു പ്രാതിനിധ്യം ഒരിടത്തും കിട്ടുന്നില്ല, അതായത് ജാതിയുടെ പേരിൽ അവഗണിക്കപ്പെടുന്നു. അപ്പോഴാണ് ദളിത് മൂവ്മെൻറ്റുമായിട്ട് മുന്നോട്ട് വരുന്നത്. അപ്പോൾ അതെന്തിനാണ്? ദ മൂവ്മെൻറ്റ് എയിംസ് അറ്റ് ട്രാൻസ്ഫോമിങ് സോഷ്യൽ ഓർഡർ ബേസ്ഡ് ഓൺ ദ കാസ്റ്റ് സിസ്റ്റം ആൻഡ് ഡിസൈഡ്സ് ടു ക്രിയേറ്റ് ഇഗാലിറ്റേറിയൻ സോഷ്യൽ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ ദളിത് മൂവ്മെൻറ്റിന് തുടക്കം കുറിച്ചത്. അതായത് എല്ലാവർക്കും ഇഗാലിറ്റേറിയൻ സോഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു സമൂഹം എന്ന് പറയുമ്പോൾ അവിടെ സാമൂഹ്യ വ്യവസ്ഥിതിയും സാമൂഹ്യ സംവിധാനങ്ങളും അവിടെയുള്ള വ്യത്യസ്തങ്ങളായ ജനവിഭാഗങ്ങളെ സമഭാവനയോടുകൂടി കാണണം. അതാണ് ആ ഇഗാലിറ്റേറിയൻ സോഷ്യൽ സിസ്റ്റം എന്ന് പറയുക. ഇൻ ദ സെയിം വേ വെൻ വുമൺ മൂവ്മെൻറ്റ് ചലഞ്ചസ് patriarchy in society and attempts it abolition, then it becomes revolutionary movement. അതേപോലെ ഇവിടെ വുമൺ മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. വുമൺ മൂവ്മെൻറ്റ് എന്തിനാണ്? സമൂഹത്തിലുള്ള പാട്രിയാർക്കി സിസ്റ്റത്തിനോടുള്ള വെല്ലുവിളിയാണ്. കാരണം എന്തെന്നാൽ ചില കുടുംബങ്ങളിൽ, സമൂഹത്തിലെ ചില കുടുംബങ്ങളിൽ മേധാവിത്വം എന്ന് പറയുന്നത് പാട്രിയാർക്കിയാണ്. പാട്രിയാർക്കി എന്ന് പറഞ്ഞിട്ട് പാരൻ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഹൈറാർക്കിക്കൽ സിസ്റ്റമാണ് കുടുംബത്തിലുണ്ടാവുക. അപ്പോൾ അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ടായിരുന്നു. എന്നിട്ട് അത് അബോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വുമൺ മൂവ്മെൻ്റ് എല്ലാം ഇവിടെ ഉണ്ടായിരുന്നത്. അതൊരു വിപ്ലവകരമായ മൂവ്മെൻറ്റ് ആയിരുന്നു എന്ന് വേണം പറയാം. ഓക്കെ, അഗെയിൻ ദ നേച്ചർ ഓഫ് സോഷ്യൽ മൂവ്മെൻറ്റ് ഓഫൺ ഓവർലാപ്സ്. അപ്പോൾ സോഷ്യൽ മൂവ്മെൻറ്റ് ഒരു സ്വഭാവത്തെ പറ്റി നാം ഒന്ന് നോക്കിയാൽ അതിങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടാണ് നിലനിൽക്കുന്നത്. ഓരോ ഇടത്തും ഓരോ തരത്തിലായിരിക്കും. മെനി മൂവ്മെൻറ്റ്സ് അണ്ടർഗോ ചേഞ്ച് ഇൻ കോഴ്സ് ഓഫ് ടൈം. അപ്പോൾ പല മൂവ്മെൻറ്റ്സിനും കാലക്രമേണ അതിനെല്ലാം എന്ത് സംഭവിച്ചിട്ടുണ്ട്? പലതരത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. സം അപ്പാരൻ്റ്ലി റിഫോമിസ്റ്റ് മൂവ്മെൻറ്റ്സ് മേ ടേക്ക് എ റെവല്യൂഷണറി കോഴ്സ്. അതായത് റിഫോംസ് എന്ന രീതിയിൽ വന്ന പല മൂവ്മെൻറ്റ്സും പിന്നീട് അത് വ്യത്യസ്ത രൂപത്തിൽ എന്തിലേക്ക് മാറി? റെവല്യൂഷൻ്റെ ഒരു തലത്തിലേക്ക് വന്നിട്ടുണ്ട്. ആൻഡ് സം വിച്ച് ബിഗിൻ വിത്ത് റെവല്യൂഷണറി അജണ്ട ബിക്കം റിഫോമിസ്റ്റ്. തുടക്കം റെവല്യൂഷൻ്റെ രൂപത്തിലായിരിക്കും തുടങ്ങുന്നത് മൂവ്മെൻറ്റ്, പിന്നീട് അതിൻ്റെ അജണ്ട പിന്നീട് എന്തായിട്ട് മാറിയിട്ടുണ്ട്? റിഫോമിസ്റ്റ് എന്ന രൂപത്തിലും മാറി. അങ്ങനെ അത്തരം കാഴ്ചകളും അത്തരം അനുഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്.
അതുകൊണ്ട് ആൾ സോഷ്യൽ മൂവ്മെൻറ്റ്സ് ഡു നോട്ട് നെസസറിലി ബിഗിൻ വിത്ത് ക്ലിയർ ഒബ്ജക്റ്റീവ്സ് ഇൻ ടേംസ് ഓഫ് ദി മെയിൻ്റനൻസ് ഓർ ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ സിസ്റ്റം. അപ്പോൾ ഏതൊരു സോഷ്യൽ മൂവ്മെൻ്റ് ആണെങ്കിലും അവർ മുന്നോട്ട് വയ്ക്കുന്ന അജണ്ടയും എയിംസും എല്ലാം തന്നെ ആരംഭത്തിലൊന്നാണെങ്കിൽ അവസാനം അത് എത്തിച്ചേരുമ്പോഴേക്കും അത് വേറൊരു തലത്തിലേക്കെന്ന രീതിയിലാണ് എത്തിച്ചേരുക എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ എല്ലാ മൂവ്മെൻറ്റ്സും യഥാർത്ഥത്തിൽ അതിൻ്റെ ക്ലിയർ ഒബ്ജക്റ്റീവ്സ് ഒരുപക്ഷെ ഒരു സോഷ്യൽ സിസ്റ്റത്തിൻ്റെ ക്ലിയർ ട്രാൻസ്ഫോർമേഷനോ അല്ലെങ്കിൽ ആ ട്രാൻസ്ഫോർമേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നത് തന്നെ ആയിരിക്കണം എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനാവില്ല. ദേ ഓഫൺ ഗെറ്റ് ഷേപ്ഡ് ഇൻ ദി പ്രോസസ് ത്രൂ ലീഡേഴ്സ്, പാർട്ടിസിപ്പൻസ് ആൻഡ് ഐഡിയോളജി. ഇതിനെല്ലാം വേണ്ടത്ര രീതിയിൽ ശരിയായ ഒരു രൂപരേഖയെല്ലാം നേടിയെടുക്കാൻ സാധിക്കുന്നത് ആ ഒരു പ്രക്രിയയുടെ ഭാഗമായി ഇവിടെ നിൽക്കുന്ന പൊളിറ്റിക്കൽ സംവിധാനത്തിലും അവിടെ പങ്കെടുക്കുന്ന മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ജനങ്ങളുടെയും ലീഡേഴ്സിൻ്റെയും അവരുടെ ഐഡിയോളജിക്ക് അനുസൃതമായിട്ട് ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് അബൌട്ട് classification of political movements including new social movements. It's a introduction, then reforms, rebellion and revolution. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്തിലൂടെ നമുക്ക് കവർ ചെയ്യാൻ സാധിക്കുക. ഓക്കെ, അപ്പോൾ ഇഗ്നോയുടെ ഈ ഒരു കോഴ്സ് കോഡ് ഫോളോ ചെയ്യുന്ന MPSE 007 എന്ന കോഴ്സ് കോഡ് ഫോളോ ചെയ്യുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് ദയവ് ചെയ്ത് നിങ്ങൾ വാച്ച് ചെയ്യുന്ന ക്ലാസ്സുകൾ ഒന്ന് കമൻറ്റ് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ശേഷം വരുന്ന നിങ്ങളുടെ പുറകെ എത്തുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ടാണ് ക്ലാസ് കേട്ടാലൊന്ന് കമൻറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.